പഴയ മുകുന്ദപുരം ഇപ്പോൾ ഭാവവും രൂപവും ഒക്കെ മാറി ചാലക്കുടി ലോക്സഭാ മണ്ഡലമായി. ചാലക്കുടി എന്ന നിയോജക മണ്ഡലം കേന്ദ്രീകൃതമായി നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളും ചേരുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലം. കയ്പമംഗലം, കൊടുങ്ങല്ലൂര്, ചാലക്കുടി തൃശ്ശൂരിൽ നിന്നുള്ള നിയോജക മണ്ഡലങ്ങൾ. ആലുവ, അങ്കമാലി, കുന്നത്തുനാട്, പെരുമ്പാവൂര് എറണാകുളത്ത് നിന്നുള്ള നിയോജക മണ്ഡലങ്ങൾ. ഈ 7 നിയോജക മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ളത്. ബാക്കി എല്ലായിടങ്ങളിലും UDFിനാണ് മേൽക്കൈയുള്ളത്. അതായത് കാലങ്ങളായി UDFിനോട് ചായ്വ് കാണിക്കുന്ന UDFിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി നിലനിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രശസ്ത സിനിമാ താരമായ ഇന്നസെന്റ് ആയിരുന്നു അവിടെ നിന്നും വിജയിച്ചു വന്നത്. ഇന്നസെന്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചിരുന്നത്. എന്തുകൊണ്ട് ഇന്നസെന്റ് അവിടെ വിജയിച്ചു? അത് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിന്നിരുന്നു കോൺഗ്രസിന്റെ പാളയങ്ങളിൽ. അതിൽ ഘടകങ്ങൾ പലതായിരുന്നു. ഒന്ന്, ചാലക്കുടിയിൽ രാഷ്ട്രീയപരമായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയാൽ വിജയിക്കുവാൻ സാധ്യത വളരെ വളരെ കുറവാണ്. കൊല്ലത്തിപ്പോൾ മുകേഷിനെ നിർത്തിയതുപോലെ ചാലക്കുടിയിൽ UDFിനെ മറികടന്നുകൊണ്ട് LDFിന് അവിടെ വിജയിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിൽക്കുന്ന ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നസെന്റ് അവിടെ മത്സരിച്ചത്. ആ സമയത്ത് നിരവധി പ്രശ്നങ്ങൾ UDFിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അന്ന് UDFിന്റെ സ്ഥാനാർത്ഥിയായ PC ചാക്കോയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകളെല്ലാം അദ്ദേഹത്തിനെതിരായി തിരിയുകയും ചെയ്തു. ഈ സാഹചര്യത്തിലും ഒപ്പം ഇന്നസെന്റ് എന്ന സിനിമാ താരത്തിന് ആ നാട്ടിലുള്ള ജനസ്വീകാര്യതയും അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ആളുകളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നതുമൊക്കെ ഇന്നസെന്റിന്റെ വിജയത്തിന്റെ കാരണങ്ങളായിരുന്നു. എന്നാൽ അതേ ഇന്നസെന്റിനെ 2019 ബെന്നി ബെഹന്നാൻ എന്ന കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് തോൽപ്പിച്ചു. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന UDFിന്റെ ചെയർമാനായിരുന്ന ബെന്നി ബെഹന്നാൻ നിഷ്പ്രയാസമാണ് അതേ ഇന്നസെന്റിനെ മലർത്തിയടിച്ചത്. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ബെന്നി ബെഹന്നാന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതിന് ശേഷം നെഞ്ചുവേദന അടക്കമുള്ള പ്രശ്നങ്ങൾ കാരണം കാര്യമായി പോർക്കളത്ത് ഇറങ്ങുവാൻ സാധിച്ചില്ല. രാഷ്ട്രീയപരമായി ആരോടും സംവദിക്കുവാനോ ഭവന സന്ദർശനം കാര്യമായി നടത്തുവാനോ സാധിച്ചില്ല. ആയിടത്ത് BJPയും CPIMും കാര്യമായ പ്രചരണ പരിപാടികൾ നടത്തി. എന്നാലും ശബരിമല വിഷയമൊക്കെ ഇരിക്കെ തന്നെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇരിക്കെ തന്നെ, അതിനൊക്കെ അപ്പുറത്തേക്ക് ബെന്നി ബെഹന്നാന് ചാലക്കുടിയിലെ കോൺഗ്രസുകാരുടെ വലിയൊരു പിന്തുണയുണ്ടായിരുന്നു. അദ്ദേഹം മൃഗീയ ഭൂരിപക്ഷത്തിലാണ് 2019 വിജയിച്ചു വന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹന്നാൻ നേടിയത് 4,73,444 വോട്ടുകളായിരുന്നു. ഇന്നസെന്റ് ആ സാഹചര്യത്തിൽ നേടിയത് 3,41,170 വോട്ട്. AN രാധാകൃഷ്ണൻ എന്ന BJP സ്ഥാനാർത്ഥി വലിയ രീതിയിൽ വോട്ടുകൾ നേടിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു 2019 അദ്ദേഹം 1,28,996 വോട്ട് നേടി. അതായത് വലിയ തോതിലൊരു പ്രചരണ പരിപാടിയൊന്നും നടത്താതെ UDF കരസ്ഥമാക്കിയത് 47.81% വോട്ടുകളായിരുന്നു. LDF 34.45% വോട്ട്, BJP 15.6% വോട്ട്. അതായത് ബെന്നി ബെഹന്നാന് ലഭിച്ച ഭൂരിപക്ഷം 1,32,274 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ആ സാഹചര്യത്തെ ഒക്കെ മറികടക്കുവാൻ വലിയ തന്ത്രപ്പാടുകൾ തന്നെ നടത്തേണ്ടതായുണ്ട് ഇടതുപക്ഷത്തിന്. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായ C രവീന്ദ്രനാഥിനെയാണ് കളിക്കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഒരു അധ്യാപകൻ എന്ന തരത്തിലേക്കും അതിനപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാത്ത, വലിയ അഴിമതികളിലേക്കൊന്നും പേരില്ലാത്ത, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഘടകകക്ഷികൾക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ വലതുപക്ഷത്തെ UDFിലെ നേതാക്കന്മാർക്കോ അണികൾക്കോ ഒന്നും വലിയ കുറ്റം പറയുവാൻ സാധിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് LDFിന് വേണ്ടി ഇക്കുറി ചാലക്കുടിയിൽ കളത്തിലിറങ്ങുന്നത്. C രവീന്ദ്രനാഥ് മത്സരിച്ചു വിജയിച്ച നിയോജക മണ്ഡലങ്ങളിലെല്ലാം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേതാവാണ്. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ചാലക്കുടിയിലും മത്സരിക്കുന്നത്. അതായത് ഇന്നസെന്റിനെ പോലെയുള്ള ഒരു സിനിമാ താരത്തെ കൊണ്ട് മാത്രം കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിന് തൻ്റെ വ്യക്തിപ്രഭ കൊണ്ടും താൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും വ്യത്യസ്തമായ ചിന്താഗതികൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥിയായ C രവീന്ദ്രനെ കളത്തിലിറക്കുന്നതോടുകൂടി വലിയ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഇത് വലിയ ബാലികേറ മലയൊന്നുമല്ല. കാര്യമായി ശ്രമിച്ചാൽ ഇടതുപക്ഷത്തിനും വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്.
കോൺഗ്രസ് ഉറച്ച സീറ്റ് എന്ന കണക്ക് കൂട്ടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി. ആര് നിന്നാലും കോൺഗ്രസിനോട് വലിയ അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ചാലക്കുടിയിലെ ലോക്സഭാ മണ്ഡലത്തിലുള്ള ജനങ്ങൾ. പ്രത്യേകിച്ച് എറണാകുളം ജില്ല എന്നത് കോൺഗ്രസിന്റെ വലിയ ശക്തി കേന്ദ്രമാണ്. ആ എറണാകുളം ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളാണ് ചാലക്കുടിയോടൊപ്പം നിൽക്കുന്നത്. ഇടതുപക്ഷത്തിനും BJPക്കും മേൽക്കൈയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ തൃശ്ശൂരിലാണുള്ളത്. അത് കൊടുങ്ങല്ലൂരടക്കം കയ്പമംഗലം അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളാണ്. എന്നിരുന്നാലും കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരിലുമൊക്കെ കോൺഗ്രസിനും ചെറിയ തോതിലുള്ള പിടിപാടുകൾ ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. അവിടെ BJPക്കും ഇടതുപക്ഷത്തിനും കാര്യമായ വോട്ട് ലഭിക്കുന്നത് ഒരേ നിയോജക മണ്ഡലങ്ങളിൽ നിന്നായതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷ കുറവാണ് BJPക്ക്. എന്നിരുന്നാലും AN രാധാകൃഷ്ണൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,28,996 വോട്ടുകൾ നേടിയെന്നത് വലിയ കാര്യം തന്നെയാണ്. ഇക്കുറി ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കുകയാണെങ്കിൽ വലിയ തോതിൽ വോട്ടുകൾ കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. വിജയം എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും BJPക്ക് ഇല്ല എങ്കിൽ പോലും ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുവാൻ കഴിയുന്ന ശക്തിയിൽ വോട്ടുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ആർജവവും കരുത്തും BJPക്ക് നിലവിൽ ചാലക്കുടിയിലുണ്ട് എന്ന ഒരു ബോധ്യമാണ് ശക്തമായ രീതിയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കളിക്കളത്തിൽ ഇറക്കുവാൻ BJPയെ പ്രേരിപ്പിക്കുന്നതും. ചാലക്കുടി BDJS ആദ്യഘട്ടങ്ങളിലൊക്കെ ചോദിച്ചിരുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു. അത് കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ വെള്ളിയാഴ്ച നടക്കുവാൻ പോകുന്ന BDJSന്റെ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ ഒരു വ്യക്തത ഉണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന് BJP ആണ്. BJP കഴിഞ്ഞ തവണ വാങ്ങിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കിയാൽ അത് വലിയ തോതിൽ കോൺഗ്രസിന് ക്ഷീണമായി മാറും. അതുമാത്രമല്ല 2020 എന്ന ഒരു പാർട്ടി എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായി നിൽപ്പുണ്ട്. അതായത് 2020 പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വികസിച്ച് വലുതായി വരുന്ന ഒരു പാർട്ടിയാണ് 2020. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം വോട്ടുകൾ കരസ്ഥമാക്കുമെന്നുള്ളത് കോൺഗ്രസിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ൽ പരം വോട്ടുകളായിരുന്നു 2020 കരസ്ഥമാക്കിയത്. ഇക്കുറി അത് വീണ്ടും കൂടുവാൻ സാധ്യതകൾ ഏറെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3-ാം സ്ഥാനത്ത് വന്നിരുന്ന പാർട്ടിയായിരുന്നു 2020. അതുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും കാര്യമായി ഭയക്കുന്ന ഒരു പാർട്ടിയാണ് 2020. വിജയിച്ചില്ല എങ്കിൽ പോലും കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് ശക്തമായ വോട്ടുകൾ അടർത്തിയെടുക്കുവാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു പാർട്ടിയാണ് 2020. അത് മാത്രമല്ല, കോൺഗ്രസിന് മാത്രമല്ല, ഇടതുപക്ഷത്തിനും വലിയ ഇടതുപക്ഷത്തിനും വലിയ ഭയമുളവാക്കാൻ സാധ്യത ഏറെയുള്ള ഒരു പാർട്ടിയാണ് 2020. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു തലമുറ 2020യോടൊപ്പം നിൽക്കുമോ എന്ന ഭയം 3 കൂട്ടർക്കുമുണ്ട്. എന്തായാലും BJPക്ക് വളക്കൂർ അത്ര ഇല്ലാത്ത, അല്ലെങ്കിൽ BJP ഇതുവരെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കടത്തിവിട്ടിട്ടില്ലാത്ത കേരളത്തിൽ വലിയ പേരില്ലാത്ത ഒരു പാർട്ടി തന്നെയാണ് BJP എന്ന് സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ വലിയ അഴിമതി ആരോപണങ്ങളും അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൂടാതെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൽ ജനങ്ങൾക്ക് വിശ്വാസ്യത വലിയ തോതിൽ ഇപ്പോൾ ഇല്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2020യിലേക്ക് 3 പാർട്ടിയിൽ നിന്നുള്ള വോട്ടുകളും ഒഴുകിയെത്തുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അങ്ങനെ വരുമ്പോൾ 2020 ആരുടെ വോട്ടുകൾ പിടിച്ചെടുക്കുന്നു, BJP ആരുടെ വോട്ടുകൾ ചോർത്തിയെടുക്കുന്നു എന്നുള്ളത് അടക്കം ചർച്ചയാക്കുമ്പോഴാണ് ഇതിൽ ആര് വിജയിക്കും ആര് തോൽക്കുമെന്ന് പറയുവാൻ സാധിക്കുക. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ A+++ മണ്ഡലമായി തന്നെയാണ് കോൺഗ്രസ് ചാലക്കുടിയെ കാണുന്നത്. എന്നാൽ അട്ടിമറി വിജയത്തിലൂടെ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി എന്ന് വിശ്വസിക്കുന്ന ഇടതുപക്ഷക്കാരാണ് അവിടെ ഉള്ളത്. BJPക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. 2020യെ മോശമായി കാണുവാൻ സാധിക്കുന്ന ഒരു പാർട്ടിയല്ല. എന്തായാലും പ്രവചനാതീതമാണ് ഇത്തവണ ചാലക്കുടി ലോക്സഭാ മണ്ഡലം. എന്നാലും കുറച്ചു മുൻതൂക്കം കോൺഗ്രസിനാണെന്ന് സമ്മതിക്കേണ്ടതായുണ്ട്. ഇനി അറിയേണ്ടത് യഥാർത്ഥ വിധി ആർക്കനുകൂലം എന്ന് മാത്രമാണ്.